ഇന്നലത്തെ കൂട്ടുകാരാ നല്ല ഉറക്കം കേട്ടോ. അബ്ദുള്ള നാട്ടിൽ പോട്ടെ. അബ്ദുള്ള അമാനു ബാഗ് എടുത്തു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞേട്ടോ. ഹാൻഡ് ബാഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ പോവാണ്. ബാ എവിടെ പോ അബ്ദുള്ള? നമ്മള് നാട്ടിൽ പോവാ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ. ഇന്നാണ് ഞങ്ങൾ പോകുന്ന ദിവസം. 6 മണിയായി. ഞങ്ങളെല്ലാം കുളിച്ച് റെഡി ആയിട്ടില്ല കേട്ടോ. കുളിച്ചു കഴിഞ്ഞതേ ഉള്ളു. പിന്നെ കൈ കൊണ്ടുള്ള ബാഗ് എല്ലാം ഇവിടെ റെഡിയാ. സോറി, ഇതെന്റെ ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ പുറത്ത് വെച്ച ചെടിയെടുത്ത് അകത്ത് വെച്ചതാ. നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേന് ചെടി ഉണങ്ങി പോയാലാണ്ട് താണ്ട ചെടിയെല്ലാം ഞാൻ താണ്ട അകത്ത് വെച്ചു. ഇനി എൻ്റെ ബാഗ് കൊണ്ടുപോകാനുള്ള ബാഗുകൾ ഇവിടെ റെഡി. അമാനു അപ്പം ഷെഫി റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ഒന്ന് റെഡി ആവട്ട്. അപ്പം ഇറങ്ങാൻ നേരം ആകുമ്പോൾ കാണാം. ഷെഫി അങ്ങനെ വാ വാ വാ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയി കേട്ടോ. അബ്ദുള്ളോ നമ്മളെവിടെ പോവാ? എന്തേ കാണിച്ച? അല്ലോ ഇതൊക്കെ ഇപ്പഴെടുത്ത് വെച്ചോ. താണ്ടേ ഞങ്ങളെല്ലാവരും അങ്ങനെ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം വണ്ടി വന്നിട്ടില്ല. അപ്പം ഇനി വണ്ടിയിലോട്ട് പോയിട്ട് ബാക്കി എടുക്കാം. കഥകൊക്കെ പൂട്ടണം, ലൈറ്റെല്ലാം ക്ലോസ് ചെയ്യണം. എനിക്ക് പ്ലെയിനിൽ വരുമ്പോൾ മതി. എന്താ അല്ലോ. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ പോവാണ്. ബാ എവിടെ പോ അബ്ദുള്ള? നമ്മള് നാട്ടിൽ പോവാ. അവന് ഫ്രണ്ട് സീറ്റ് പിടിച്ചേട്ടോ. അങ്ങനെ ഞങ്ങള് എയർപോർട്ടിലോട്ട് ഇതാ പോവാണ്. എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അതാ എയർപോർട്ടിൽ എത്തിയിരിക്കുവാണ്. അബ്ദുള്ള ഇന്നും ഇന്നലത്തെ കൂട്ടുകാരാ നല്ല ഉറക്കം കേട്ടോ. അബ്ദുള്ള നാട്ടിൽ പോട്ടെ. അബ്ദുള്ള അമാനു ബാഗ് എടുത്തു കേട്ടോ. ഷെവി ബാറയ്ക്കോ അവനെടുത്തു. അകത്തോട്ട് കയറി. ഞങ്ങളങ്ങനെ അതാ അകത്തോട്ട് പോവാൻ കേട്ടോ. അബ്ദുള്ളയെ കുത്തിപ്പൊക്കി ഉണർത്തി. അബ്ദുള്ള അപ്പൂസേ. അങ്ങനെ അബ്ദുള്ള എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിനി ചെക്കിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. താഴെ പിന്നെ നമുക്ക് ഇനി ഹാൻഡ് ബാഗ് വെയിറ്റ് നോക്കലൊന്നുമില്ല. ഓൾറെഡി ബോർഡിംഗ് പാസ് കിട്ടിയതല്ലേ. അപ്പോൾ അത് രക്ഷപ്പെട്ട് മുകളിലോട്ട് പോവാണ്. ഞങ്ങളങ്ങനെ അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞേട്ടോ. ഹാൻഡ് ബാഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. അതിലും എല്ലാം കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. എല്ലാം കയറ്റി വിട്ട്. ഇപ്പം അമാനു ഇവിടെ പോയി. എവിടെയോ കറങ്ങാൻ പോയി. അപ്പം ഇനി അവിടെ പോയിട്ട് ഇരിക്കട്ടെ. വാ പിടിച്ചോ ബാഗ് കൂടെ പോകണോ. അബ്ദുള്ള വാ കളിക്കാം. നമുക്ക് താഴെ പോയിട്ട് പോവാം. ഫ്ലൈറ്റ് 9:55 കേട്ടോ. അപ്പോൾ 8:30 എത്ര മണിയാകുമ്പോഴേ ശിവി ഓപ്പൺ ആവാതെ? 8:25 ആവും. അപ്പം അന്നേരം അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ കളിക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുള്ളയ്ക്കാണെങ്കിൽ കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അബ്ദുള്ളയും കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് അവിടെ നിന്ന് കളിച്ചു കേട്ടോ. അതിനുശേഷം വിശക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ അപ്പൂസ് ആണെങ്കിൽ മോന് പപ്സും കോൾഡ് കോഫിയും വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ എനിക്കൊരു പപ്സ് വാങ്ങി. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെയും നമുക്കൊരു 1 hour കൂടി ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്. കാരണം അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസ് ആണെങ്കിൽ എൻ്റെ കയ്യിലില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു നെയ്ബറിനോടും പിന്നെ കസിനാണ് എയർപോർട്ടിൽ വരുന്നത്. പിന്നെ നെയ്ബറിനോടാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുവാണ് ആ ഒരു വീഡിയോ കേട്ടോ. കാരണം എൻ്റെ ഫോണിലില്ല. അപ്പോൾ അത് അന്നേരത്തെ ഒരു പിന്നെ എക്സൈറ്റ്മെൻറ്റിലാണെങ്കിൽ അതിങ്ങോട്ട് എൻ്റെ ഫോണിലോട്ടാണെങ്കിൽ കയറ്റാനും മറന്നുപോയി. അപ്പോൾ ആണെങ്കിൽ അവരവിടെ ഇല്ല. അപ്പം അന്നേരം ഞാൻ കരുതി എന്തായാലും ഇൻഷാ അല്ലാ നാളെ രാവിലെ എന്തായാലും അത് ഇടുന്നതാണ് കേട്ടോ. കാരണം എഡിറ്റ് ചെയ്യണമല്ലോ. എഡിറ്റ് ചെയ്ത് അതിനകത്ത് സൗണ്ടും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നാളെ രാവിലെ ഇടുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് പിന്നെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ കയ്യിൽ സത്യത്തിൽ ആ വീഡിയോ ഇല്ലാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഞാൻ അത്രയും പെട്ടെന്ന് ഇടുന്നതാണ്. അങ്ങനെ താഴത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് പോവാണ്. മോനാണെങ്കിൽ അറിവായതിന് ശേഷമുള്ള ഫസ്റ്റ് മോൻ്റെ ട്രിപ്പാണ് കേട്ടോ. മോൻ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ തവണ പോയപ്പോൾ മോന് 2 വയസ്സേ ഉള്ളായിരുന്നു. ഇത്തവണ മോന് പോയപ്പോൾ 4.5 വയസ്സായി. അപ്പം
നാട്ടിൽ നിന്ന് വോയിസ് കൊടുക്കുന്നതിൻ്റെയാണ് ഈ ഒരു സൗണ്ടൊക്കെ കേട്ടോ. ഭയങ്കര സൗണ്ടാണ് റോഡിൽ കൂടെ പോകുന്നതിൻ്റെ. അങ്ങനെ ഫ്ലൈറ്റിലിരുന്നു. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡിങ് ആയി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1 hour കിടന്ന് ഉറങ്ങി എല്ലാവരും കേട്ടോ. നല്ല ടയേർഡായിരുന്നു. കാരണം വൈകിട്ടേ ഇറങ്ങിയതല്ലേ, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡിങ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവിടുന്ന് പിന്നെ ബസ്സായിരുന്നു എയർപോർട്ടിലോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ബസ്സിനകത്തോട്ട് പോകുന്ന വരെയുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ നാളെ രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വീട്ടിൽ വന്നാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണല്ലോ, ജോലി ഒന്നും ചെയ്യേണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡെല്ലാം അപ്പോൾ റെഡിയാണ്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം 2 ദിവസമായിട്ട് മഴയില്ല. ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.